എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് വീട്ടിലത്തെ ചില വിശേഷങ്ങളാണ്, നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന വിശേഷങ്ങൾ തന്നെ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? കടക്കളയിലേക്ക് കിടക്കാം ആദ്യം, എന്നിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ. പോവാ, കാപ്പി വെക്കാള്. അപ്പൊ പതിവ് പോലെ തന്നെ നമുക്ക് ചോറിന് അങ്ങോട്ട് തുടങ്ങാം. അപ്പൊ ഒന്ന് കാലത്ത് വെള്ളയപ്പത്തിനൊക്കെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പൊ വെള്ളയപ്പവും ചിക്കൻ അച്ഛൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛൻ പണിക്ക് പോയി കാട്ടാ. പിന്നെ ഉണ്ണിമോളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്നു. ഞാനിത് പറഞ്ഞാലും കാര്യമില്ല, കാരണം ഈ വീഡിയോ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. പല വീഡിയോകളും ഞാൻ മുന്നിൽ പിടിച്ചു വെക്കുന്നതാണേ. അപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അതിന് സമയമെടുക്കും. മോളുവിൻ്റെ സൗകര്യത്തിനാണല്ലോ അത് എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇടുന്ന വീഡിയോകളല്ല. അപ്പം അത് ഞാൻ ഇന്നത് എന്ന് പറഞ്ഞപ്പോൾ മോളുവിൻ്റെ പരീക്ഷ ഇപ്പം കഴിയാറായിട്ടാന്ന് പറയുമ്പോഴേക്കും ഈ വീഡിയോ വരുമ്പോൾ പകുതിയായില്ലോ പരീക്ഷ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് കാരണം ചില കാര്യങ്ങളൊന്നും ഞാൻ തത്സമയമല്ലാത്തത് കൊണ്ട് പറയാറില്ല. അപ്പോൾ അതാണ് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ സെറ്റർ ഇട്ടിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ വന്നത് നല്ല ചൂടുള്ള സമയത്താണ് സെറ്റർ ഇട്ട് നിൽക്കണ വീഡിയോ വന്നത്. അതുകൊണ്ട് പല കമൻറ്റുകളും വന്നു അതിൽ, ഇതെന്തിനാ ഇപ്പോൾ സെറ്റർ ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മുന്നേ തണുപ്പുള്ളപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള വൈകൽ കൊണ്ടാണ് അത് ഇത്രയ്ക്കും വൈകിപ്പോയത്. അപ്പോൾ നമ്മൾ അപ്പാപ്പ ചെയ്ത് ഇടുന്നതാണെങ്കിൽ അപ്പാപ്പ പറഞ്ഞിട്ട് നമുക്ക് കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറയുന്നത് തെറ്റിയതല്ല, വീഡിയോ വരുന്നതിൻ്റെ കാലതാമസമാണ് പലപ്പോഴും കമൻറ്റ് ഇങ്ങനെ അവർക്ക് ചോദിക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷ ഈ സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മോളിൻ്റെ പരീക്ഷ 1-2 കൂടെ ബാക്കിയുണ്ട്. സിജിമോ എടുക്കുന്നത് ഞായറാഴ്ചയാണ്. പിന്നെ അപ്പോൾ ഞായറാഴ്ചയിൽ അച്ഛന് പണിയുണ്ട്. അപ്പോൾ ഞായറാഴ്ചകളിൽ മിക്കതും ഈ പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇഷ്ടക്കുറവാണ് എല്ലാവർക്കും അവർക്ക്. പക്ഷെ ഇപ്പോൾ തിരക്കാൻ തോന്നുന്നുണ്ടേ. ഈ എന്തോ കണക്ക് കൊടുക്കണ്ട ഈ പഞ്ചായത്തിൻ്റെ പണിയാന്ന് ഞാൻ പറയാറില്ലേ. അപ്പോൾ ഒരു മാഷാണ് പണിയിപ്പിക്കുന്നത്. മാഷ് പേരൊന്നും എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആളുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, ബാബു എന്ന് പേരായിട്ട്. അപ്പോൾ ആളുടെ കൂടെയാണ് അച്ഛൻ പണിക്ക് പോണത്. അപ്പോൾ അത് ഇങ്ങനെ സ്ഥിരം ഒരു വിധമൊക്കെ ഉണ്ടാവും. ആള് പണിയെടുത്തവർക്ക് പണിയാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പണി പിടിച്ചെടുക്കൽ അതൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അത് കാരണം നമുക്ക് അച്ഛന് പണി അങ്ങനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ ഒരാളുടെ കൂടെ തന്നെ പോകുമ്പോൾ ഒരു തഞ്ചവും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അത് സുഖമാണ് എടുക്കാനായിട്ട്. ആ ഒരു ഇതിലിങ്ങനെ ഇങ്ങോട്ട് എടുത്ത് പോവാം, ഒരു ലെവലിലേക്ക് എടുത്ത് പോവാം. പിന്നെ വേറൊരാളുടെ അടുത്ത് പോയി പിന്നെ പണിയെടുത്ത് വരുമ്പോൾ അതിൻ്റെ പരിചയക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അച്ഛന് വയസ്സുമായില്ലേ. അപ്പോൾ അടുത്തവരുടെ കൂടെ തന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് പോവും അച്ഛൻ. അപ്പോൾ അവിടെ ഇല്ലയെന്ന് വിചാരിച്ചിങ്ങനെ പോവാതിരിക്കും. അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ഉണ്ടാവാതിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രീയുടെ അച്ഛനല്ലേ, അല്ലെങ്കിൽ ഹാപ്പി വിത്തിലത്തെ അച്ഛനല്ലേ, ഭയങ്കര ഇഷ്ടം അച്ഛനല്ലേ അവർക്കും. എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അച്ഛനെയാന്ന് എനിക്ക് തോന്നാം. അവർ കമൻറ്റിൽ പറയാറുണ്ട് അച്ഛനെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അതിന് എനിക്കും കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ആളെ ഇഷ്ടം അർഹിക്കുന്ന ഒരാളാണ് അച്ഛൻ. അച്ഛൻ പാവാണ്. അപ്പോൾ പല ഇതിലും അതുപോലെ തന്നെ സുജമോളുടെ കാര്യത്തിലും സുജമോളോട് സംസാരിക്കുന്നില്ലല്ലോ, അങ്ങനെയാണല്ലോ, എന്താ അവർക്ക് ജാടയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല കേട്ടോ, അത് അങ്ങനെയാണ്. അത് ഇങ്ങനെ സംസാരിക്കായോ അല്ലെങ്കിൽ അവളുടെ ഇത് കല്യാണം കഴിച്ചു കൊടുത്ത ആള് അത്രയും ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ വീഡിയോയുടെ മുന്നിൽ സംസാരിക്കുമ്പോളെ എന്ന് പറഞ്ഞ് വീഡിയോ പെട്ടെന്നൊന്നും കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത ആള് അച്ഛൻ്റെ പോലെ. അച്ഛനിപ്പോൾ പഠിച്ചു, അച്ഛൻ വീഡിയോ കാണുമ്പോൾ ഇത് പറയാൻ പഠിച്ചു. അതുപോലെ എൻ്റെ കുറ്റങ്ങൾ ഞാൻ തിരിച്ച് പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അവര് ഇപ്പോഴല്ലേ നമ്മുടെ അമ്മയുടെ അടുത്ത് വന്ന് നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പിന്നെ സംസാരിക്കൽ വളരെ അങ്ങനെയൊന്നും അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അച്ഛൻ്റെയും അമ്മയുടെയും കൂടിയിട്ടുണ്ടാവുന്ന മക്കളല്ലേ. അപ്പോൾ ശീലങ്ങൾക്ക് ഒരാൾക്ക് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതന്നെ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് ശീലിപ്പിച്ച് ഇനി കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൾക്കും ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ചമ്മല. അപ്പൊ നമ്മളിന്നേ വെള്ളയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെള്ളയപ്പത്തിന്റെ മാവൊക്കെ നമ്മളിത് കലക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിപ്പോ തുറന്നു നോക്കിയപ്പോ സംഭവം കണ്ടാവും വീർത്തങ്ങിടത് ഈ പരിവായിട്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് വടിച്ച് നമുക്കൊന്ന് അങ്ങോട്ട് ഒഴിച്ച് പുളി കൂടിയാവോ. ഞാൻ നല്ല രാത്രി ആയപ്പോഴാ
ഇത് സാധാരണ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവാട്ടാ. ഞാൻ അരി കുറച്ച് റേഷൻ്റെ അരി കിട്ടും. അപ്പോൾ ഞായറാഴ്ചകളാണ് നമ്മൾ വല്ലതും ഉണ്ടാക്കുള്ളൂ. ഇറച്ചി ആയാലും മീനായാലും ഒക്കെ നമ്മൾ ഞായറാഴ്ചകളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്നും ഇറച്ചി മീൻ തന്നെയാണോ തിന്നുന്നതെന്ന് ചോദിക്കും. നമ്മൾ അങ്ങനെയൊന്നല്ല. നമ്മൾ സാധാരണ പച്ചക്കറി ചോറ് കൊണ്ടുപോലെ വളരെ ഇതോട് കൂടിയിട്ടുള്ള ജീവിതത്തിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഇറച്ചി മീൻ കാണുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതലൊരു സന്തോഷം. അപ്പോൾ നമ്മൾ ആ വീഡിയോകൾ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും, പഞ്ചസാര ഇടണ്ടെന്നുള്ളവർക്ക് ഇടണ്ട കേട്ടോ. നമ്മൾ ഒരു ലേശം പഞ്ചസാര ഇടും. ഒരു ചെറിയ മധുരം വരുമ്പോഴാണ് അത് രസം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അതാ ഒരു നുള്ള് സോഡാക്കാരിടും ഞാൻ. നമ്മുടെ പഴയ വെള്ളയപ്പത്തിൻ്റെ രീതിയാണ് ഈ തൃശ്ശൂർക്കാരുടെ, തൃശ്ശൂർ വെള്ളയപ്പം എന്നൊക്കെ പറയും, ആ രീതിയാണ്. പക്ഷെ ഇത് പച്ചരിയാന്ന് മാത്രം. അരി നാളികാരും ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തിരി വെള്ളം അധികം വേണം. നമ്മൾ തൃശ്ശൂർ വെള്ളയപ്പം വറുത്ത പൊടിയിലാണ് ഉണ്ടാക്കാം. ഇതൊന്നും പഴയ പോലത്തെ കാര്യങ്ങളൊന്നല്ല. ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് പുതിയ പുതിയ ഇതോളായി അതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പഠിച്ചു ആൾക്കാർ. ശരിയാവണമെന്നൊന്നുമില്ല കേട്ടാ. പല സമയത്തും ശരിയാവണമെന്നൊന്നുമില്ല. പലപ്പോഴും നമുക്കത് തെറ്റാറൊക്കെ ഇനി ശരിയാവാട്ടൊക്കെ വരാറുണ്ട്. ഇതിപ്പോൾ നോക്കി നോക്കട്ടെ. അപ്പോൾ നമുക്കേ അരി ഇട്ട് കൊടുക്കാം. വെള്ളയപ്പം മോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം എടുക്കാറായ എടുത്തു നോക്കി. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ വരവ്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സുജമോള്. അപ്പോഴേ കുറച്ചുണ്ടാക്കി നമുക്ക് നിർത്താം. ഇവിടെ അച്ഛനുള്ളത് അവിടെ ഇരുന്നോട്ടെ. അച്ഛൻ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടാ. അപ്പോൾ നമുക്കേ ചിക്കൻ വെക്കാൻ ഒരു ചീഞ്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും ആയ നമുക്ക് കാപ്പി കുടിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചോറ് നന്നായി കുടുകൂടാ തിളച്ചു. അപ്പോൾ അത് നമ്മുടെ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മുടെ എല്ലാ പണി കഴിയുമ്പോഴേക്കും അത് റെഡിയാവുമല്ലോ. സാധാരണ വെക്കുന്ന പോലെ തന്നെ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് വെക്കുന്നത് മാത്രം. അപ്പം നമ്മുടെ ഉള്ളി, ഇത് ഞാൻ തേങ്ങ ചെറിയ പാത്രം കേട്ടാ, അതിലാണ് ഞാൻ ഇതൊക്കെ അരിഞ്ഞിട്ടത്. അത് കാരണമാണ് ഇതിങ്ങനെ തേങ്ങയുടെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ മിക്സായി. പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇലയൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് ആക്കാറുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കിത് ഗരം മസാല, കുരുമുളക്, മഞ്ഞൾ, മല്ലി, മുളക് പൊടി ഒക്കെ കൂടി എടുത്തൊന്ന് ഇളക്കി കൊടുത്ത് വേഗമാക്കി എടുക്കുന്നതാട്ടാ. സിമ്പിളായിട്ട് ഞാൻ പല രീതിയിൽ ഇങ്ങനെ വെച്ച് കാണിച്ചിട്ടുണ്ട്. വറുത്തിട്ട് വെച്ച് കാണിച്ചിട്ടുണ്ട്, വറക്കാണ്ട് വെച്ച് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾ പഠിച്ചോളാം കേട്ടോ. എൻ്റെ ഇതുപോലെയൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അമ്മ അധികം കാണിച്ചു തരുന്ന സാധനങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ അതൊന്നും മേടിക്കാൻ നടക്കണ്ടല്ലോ. ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി നോക്കാം. ഇപ്പം അതും കൂടി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കഴുകി വെച്ച ഇറച്ചി കുറച്ച് ഇറച്ചി നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ചാറാണ് ആവശ്യം. ഇപ്പം തക്കാളി ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടാ. ഇറച്ചി തീയൊന്ന് കുറയ്ക്കാം നമുക്ക്. ഇത് കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾ പൊടിപ്പല്ലല്ല. ഞാൻ എപ്പോഴും പഴയ രീതിയിൽ ആ കല്ലുപ്പ് ഇട്ടാൽ എനിക്ക് അങ്ങോട്ട് ശരിയാവുമല്ലോ. നല്ല നെയ്യുള്ള ഇറച്ചിയാന്ന് തോന്നുന്നു. നെയ്യിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഇത്തിരി നെയ്യ് നല്ലതാട്ടോ ചാറാക്കുമ്പോഴും. ഇനി ഇതിവിടെ കിടന്ന് വേഗട്ടെ. അപ്പോൾ ഒന്ന് വറുത്ത പോലെ നമ്മൾ വറുത്തിട്ടില്ലല്ലോ. വെള്ളമില്ലാണ്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അത് വറുത്തതിന് തുല്യമായിട്ട് വരും. കുറഞ്ഞ തീയിലിട്ടിട്ട് വെന്ത് വരട്ടെ. അപ്പം നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ എന്തായിന്നൊന്ന് തുറന്നു നോക്കിയാലോ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ നല്ല നെയ്യുണ്ടെന്ന്. ആ നെയ്യൊക്കെ അങ്ങോട്ട് ഉരുകി നല്ലതായിട്ട് വന്നു. ഇങ്ങനെ കഴിക്കാനാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിക്കൻ വയ്ക്കുമ്പോൾ വേറെ ഒരു രീതിയിൽ വറുത്തിട്ടോ ഒന്നും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് നമ്മുടെ നാടൻ വെപ്പ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. കണ്ട,
നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇതാണ് ഏറ്റവും ടേസ്റ്റ് ചിക്കന് എനിക്ക്. പിന്നെ അതെ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിയിട്ടുള്ള നാളികേരപ്പാൽ ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നാളികേരപ്പാൽ നല്ലോണം വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചാറ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിനാവണ വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കറി റെഡി. ഇതിനെ നമ്മൾ ചിക്കൻ കുറുമ എന്ന് പറയും. പല രീതിയിൽ പല തരത്തിൽ വെക്കുന്നവരുണ്ട്. ഞാനും വെക്കാറുണ്ട്. ഇന്നത്തെ വെപ്പ് ഇങ്ങനത്തെ കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുണ്ടോ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അത് മതി, ഉപ്പൊക്കെ ഉണ്ട് മതി. എൻ്റെ സിജുമോന് ഉപ്പ് കുറവാണ് ഇഷ്ടേ. അമ്മ എല്ലാത്തിലും ഉപ്പ് അധികം ഇടുന്ന ആൾക്കൊരു പരാതി ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ വളരെ പേടിച്ചിട്ടാണ് ഉപ്പിടുന്നത്. കാരണം എന്താ വെച്ചാൽ ഉപ്പ് എനിക്കും വളരെ പൊട്ടയാണ്. ആ ഉപ്പിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുമ്പോഴാണ് ആ കറിക്ക് രസം ഉണ്ട്. അല്ലെങ്കിൽ ആ സാധനം ഏത് പലഹാരമായാലും എന്തായാലും ആ ഉപ്പ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഉപ്പ് ഇഷ്ടപ്പെടുന്ന കാരണം. കടയിൽ പിന്നെ വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും ഉപ്പ് തിന്നണോരാ. ഞാൻ ഇട്ട ഉപ്പ് പോരാണ്ട് കുറേയും കൂടി ഉപ്പും മുളകും കൂടി കടിച്ചു കൂട്ടിയൊക്കെ തിന്നണ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഇപ്പം ഞാൻ സിനിമ വന്ന കാരണം ഉപ്പ് കൂടുതൽ ചില കറിയിലൊക്കെ നല്ല കൂടുതലാവേ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് എൻ്റെ പ്രഷറിൻ്റെ ഇതും കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഉപ്പ് ശരിയാക്കാൻ ഇത്തിരി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാലോ കഴിച്ചിട്ട്. നമ്മുടെ കുറുമി കാപ്പി കട്ടൻ കാപ്പി കേട്ടാ. കറുത്ത കറുത്ത കാപ്പി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ബാക്കി വന്ന ചിക്കൻ മോള് പഠിക്കുന്നു. ബാക്കിയുള്ള ചിക്കനാണ് ഇതുമ്പോൾ. കാലത്ത് ഒരു ചിക്കച്ചൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അതിന് ബാക്കിയുള്ളതാണ്. അപ്പോൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് ഉപ്പും മുളകും തിരുമ്പി വെച്ചാലേ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി നല്ലോണം ഇടും. നമ്മൾ ഇതിന് വറുക്കുമ്പോൾ നല്ല ഉപ്പും നല്ല മുളകും ഒക്കെ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി എടുത്തിട്ടില്ല. ഉപ്പ് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് നന്നായി ഒന്ന് തിരുമ്പി അങ്ങോട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അവന് നല്ല സൂപ്പറായിട്ട് അങ്ങോട്ട് കിട്ടും. കുറച്ചുകൂടി വെള്ളമുണ്ട് ഊറ്റികളായിട്ട്. വെള്ളം തീരെ ആവശ്യമില്ല. നമ്മൾ വാറ്റ വെച്ചിട്ടുണ്ടായിരുന്നില്ല. വാറ്റ വെച്ചതിന് ശേഷം വേണം ഇത് തിരുമ്പാൻ. അപ്പോൾ തുണ്ട് വെള്ളമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. വെള്ളം പോയിട്ടാ ടീസ്പൂൺ കൊണ്ടൊന്നും തിരുമ്പിയ ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ തിരുമ്പണം. ഇത് എല്ലാ പണിയും കഴിഞ്ഞ് കുക്കിങ്ങൊക്കെ പരിപ്പ് കറി ഉപ്പേരി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്ത് വറക്കുള്ളൂ. അപ്പം ഇവിടെ പച്ചറച്ചിയിൽ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് പിന്നെ ഇങ്ങനെ ഉപ്പ് നോക്കുക അല്ലേ? അങ്ങനെ തന്നെയല്ല എല്ലാവരും നോക്കുക. അങ്ങനെ നോക്കാം കേട്ടോ. മീൻ കറി അതെ അങ്ങനെ ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിടാൻ മറന്നാൽ ചിലപ്പോൾ ഞാൻ മറക്കുകയും ചിലപ്പോൾ 2 പ്രാവശ്യം ഇടും. അപ്പോഴേക്കാണ് ഈ പൂർണ്ണ്. അപ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ എടുക്കുക. അങ്ങനെ ആക്കാറുണ്ട് ഞാൻ. പക്ഷെ അത് ഞാൻ ചെയ്യാൻ പാടില്ല അല്ലേ, വച്ചയല്ലേ. അപ്പോൾ അതാണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കേ പരിപ്പടപ്പത്തിട്ടിട്ട് വേണം. മുരിങ്ങക്കായ കുറേ ഉണ്ടായിരിക്കുന്നുണ്ട് നമ്മുടെ മുരിങ്ങ. അതൊക്കെ ആക്കി ഞാൻ പൊട്ടിച്ച് കൊടുക്കാം. മുരിപ്പനായി തുടങ്ങി കുറേയൊക്കെ. അപ്പോൾ ആർക്കേ റോസിലാൻറ്റിക്കൊന്നും അങ്ങനെ പത്ത് പൊട്ടിക്കാതെ നേരില്ല. അപ്പോൾ അവിടെ നിൽക്കാമല്ലോ അതും. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. കുറച്ച് പരിപ്പാണ് പൊട്ടിച്ചിട്ട് പോയാൽ വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി അല്ല പരിപ്പ് വേവും. കുറച്ചൊന്നുള്ളോ ഇവിടെ കറി അധികം വെച്ചിട്ടുണ്ടെങ്കിൽ സുജമോള് ചീത്ത പറയും. കുറച്ച് വെക്കാനല്ല അമ്മോട് പറഞ്ഞതിൻ്റെ നോക്കി. പിന്നെ ഈ ചാറ് കറി ആരും അധികം കഴിക്കില്ല. സുജുമോ പിന്നെ ഇപ്പോൾ അങ്ങോട്ട് കടയിലേക്ക് പോയാൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴെത്തുള്ളൂ. പിന്നെ അവിടെ വീട് പണി നടക്കണ്ടേ, ഇന്നും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞായറാഴ്ച ആയാലും ആരൊക്കെ പണീന് എന്തൊക്കെയാണ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ഇവിടെ ബിജുവേട്ടനുണ്ടല്ലോ, ബിജുവേട്ടൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത കാരണം പിന്നെ അത്ര വലിയ റിസ്ക് ഇല്ല നമുക്ക്. ആള് നല്ല കാര്യങ്ങൾ ഒക്കെ ആളൊന്നും ചെയ്യും. ചെയ്ത് പോണ്ട് പോട്ടാ കൃത്യമായിട്ട്. അപ്പൊ ഈ മുരിങ്ങക്കായ പൊട്ടിക്കാൻ പോവാ. മോളോ പോവാ തോട്ടില്ല നോക്ക്. അപ്പൊ അതേ കണ്ട മുരിങ്ങക്കായ നിൽക്കണണ്ട നമ്മുടെ പൊട്ടിക്കാൻ ശ്രമിക്കിൻ്റെ കുട്ടി. അങ്ങനെ ചാച്ചു പിടിച്ച അമ്മ വേണമെങ്കിൽ പൊട്ടിക്കാം. എന്തേ അതുമ്പോൾ കുറേ കുഞ്ഞിതോളുണ്ട് ഉണ്ണി. അത് ഓരോന്നോരോന്ന് വലിക്കി.
നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ചേട്ടാ. അതെ ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ തലയിൽ കൂടെ വീണാനെ വീണു, പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോൾ അതേ മോളും അതൊക്കെ പറക്കി കൂട്ടുണ്ട്. നെറി തന്നെ ഒടിഞ്ഞു. ബാക്കി ഒടിക്കണം എന്തായാലും അത് ഇത്തിരി കൂടി താത്തി വെട്ടണം അച്ഛനോട് പറഞ്ഞിട്ട്. അല്ലാണ്ട് ഇത്ര ഗന്ധർവം പോലെ പോയിട്ട് ആ മുക്കിൽ നമുക്ക് ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കൊല്ലം കാര്യമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ണി. അതെ അതിൻ്റെ അടിയിൽ ഒരു മുരിങ്ങ നിൽക്കണം, അത് പൊട്ടിക്ക് അതിൻ്റെ ആ മുരിങ്ങേരെ. അപ്പം അത്ര മുരിങ്ങക്കായ് കിട്ടിയിട്ട് നമുക്ക് എന്താ ആർക്കെങ്കിലുമൊക്കെ വിളിച്ച് കൊടുക്കാം. അപ്പം മോള് ഇതേ അലക്ക് പണിയാട്ടാ. ബെഡ്ഷീറ്റുകളൊക്കെ അലക്കുണ്ട്. കിടക്കലത്തെയും ഇതൊക്കെ എടുത്ത് അലക്കി അലക്കണോടത്തു നിന്ന് വന്നിട്ടാണ് എനിക്ക് മുരിങ്ങക്കായ പൊട്ടിക്കാൻ വന്നത്. കുറേ മുരിങ്ങക്കായ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. വേപ്പിൻ്റെ അലിയൊക്കെ പൊടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കുഞ്ഞു മുരിങ്ങക്കായ ഉണ്ടല്ലോ തീരെ വലുതാവും. ഒടിഞ്ഞപ്പോൾ ഒക്കെ അങ്ങോട്ട് വീണില്ലേ തലയിൽ കൂടെ വീണ് മരം. പക്ഷെ അതിൻ്റെ ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വീടും. ഒന്നും പറ്റിയില്ല. 3 കഷ്ണമായി പേരി പോലെ വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്കൊന്ന് നേരെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ നോക്കാം. ഇത് അത്ര മൂത്തിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട്. ഇത് ചീമ മുരിങ്ങയാണേ. മാളുവിൻ്റെ പഴയ വീഡിയോയിലൊക്കെ നമ്മുടെ തലൂര് വീഡിയോ കാണാറില്ലേ, അതിൻ്റെ കുരു കൊണ്ടുവന്നിട്ട് മുളപ്പിച്ച് ഞാൻ ഇവിടെ നട്ടതാ. ഭാഗ്യം മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉടനെ എടുത്തുകൊണ്ട് ഇവിടെ നട്ടതാ. നോക്കാം. അപ്പം ഇവിടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പരിപ്പ് തുറന്ന് നമ്മുടെ പരിപ്പ് കൂട്ടാൻ ഇന്ന് നാളികേരം അരയ്ക്കാത്തൊരു സാമ്പാർ, അതാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. നാളികേരം അരയ്ക്കാത്ത സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, സാമ്പാർ പൊടി ഇടുന്നില്ല നമ്മൾ. അപ്പോൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന് 1 ഉരുളക്കിഴങ്ങും പിന്നെ ഇതിൻ്റെ അടിയിൽ കാണുന്നത് നമ്മുടെ ഒരു 2-3 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ടാ അത് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ്, പാകത്തിന് നമുക്ക് പിന്നെ നോക്കിയിടാം. അതും ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പിൻ്റെ ഇല. പച്ചമുളക് ഇട്ട കാരണം തന്നെ നമുക്കൊരു തുള്ളി മുളക് പൊടി ഇട്ടാൽ മതിട്ടാ. അധികം വേണ്ടേ. പച്ചമുളകാണെങ്കിൽ നല്ല നാടൻ മുളകാണ്, അപ്പം അതിൻ്റെ ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി വേവട്ടെ. 1 വിസിൽ, ഒറ്റ വിസിൽ മതി. അപ്പം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടമാനം മൂത്തതാണെങ്കിലേ ചള്ളായാലും കുഴപ്പമില്ല, അത് നമുക്ക് കടിച്ചൊന്ന് കളയണമെന്ന് വേണ്ടി വരുള്ളൂ. മുരിങ്ങക്കായ എങ്ങനെ കഴിച്ചാലും അതും ഒരു ഇടാണ്ടുണ്ടാവുന്ന മുരിങ്ങക്കായൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവൂല്ലേ. ഒരു തൈ കുഴിച്ചിടാത്തൊരു അപൂർവല്ലേ. പണ്ടൊക്കെ കുറവായിരുന്നു. പണ്ടൊക്കെ ഈ നാടൻ മുരിങ്ങയാണേ ആകാശം വരെ പോവും. എന്നിട്ട് പൊട്ടിക്കാനായിട്ട് വെറുതെ മേപ്പോട്ട് നോക്കി നിന്ന് മൂത്ത് അങ്ങനെ അങ്ങോട്ട് പോവും. ഇതൊക്കെ നല്ലതാട്ടാ, ഇതൊക്കെ നല്ല കിളുന്താ. ഇതാകുമ്പോൾ സുഖവാരി തിന്നെ വേണ്ടു, കടിക്കാനും തുപ്പാനും നിൽക്കണം. മുരിങ്ങക്കായ തൊലി ഇങ്ങനെ ചീന്തൂല നമ്മൾ, അങ്ങനെ ചീന്താണ്ട് ഇടണം എന്നാണ് പറയുന്നത്. തൊലിയിൽ ഭയങ്കര വിറ്റാമിൻ അത്ര. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു തന്നിട്ടുള്ള അറിവാട്ടാ, അല്ലാണ്ട് പഴയ കാലത്ത് അങ്ങനെയൊന്നുമല്ല. പഴയ കാലത്ത് മുരിങ്ങക്കായ എങ്ങനെയാണ് അതിങ്ങനെ കാണിച്ച് ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ കളയാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ ചിരണ്ടി ഇതൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് ഇടുക. ഇപ്പോൾ പറയുന്നത് ഇതൊന്നും കളയണ്ട, ഇതൊക്കെ അത്രയും വിറ്റാമിനാന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണം പൊളിച്ച് നോക്കാം. മൂത്തതാന്ന് തോന്നുന്നു, കത്തി അങ്ങോട്ട് പോണില്ല. ഓ ഇത് കാര്യമില്ല കേട്ടാ, ഇത് പിശുന്നായി കണ്ട. ഇത് കാര്യമില്ല, ഒട്ടും പറ്റില്ല. ഇത് നോക്കി നോക്കട്ടെ. ഇങ്ങനെയാണ് കിട്ടത് കണ്ട. പക്ഷേ ഇത് വലിയ കാര്യമില്ല, ഇതൊന്നും എടുക്കുന്നില്ല. ഇതിനേൽ ഇത്തിരി കൂടി താഴെയുള്ളതുണ്ട്, അതിനെ നോക്കി നോക്കാം. ഇത് കുഴപ്പമില്ല, വേണ്ട കത്തി വെക്കുമ്പോഴേക്കും അത് പോകുന്നുണ്ട്. അത് വേഗം പഠിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. എന്താ ഇങ്ങനെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ സമുദായം വെക്കാൻ വന്നതാ. നമ്മുടെ അവിടെ സമുദായം വെക്കലുണ്ട്.
അടുത്തപോലെ പൂരത്തിന് 4000 രൂപ 5000 രൂപയൊക്കെ നമുക്ക് പിരിവുണ്ടാവും. അപ്പം എല്ലാവർക്കും സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് 5000 രൂപ ഒരുമിച്ചാണ് കൊടുക്കാണ്ടായി വരില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ വന്ന് അതിനൊരു സമുദായം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ മേലധികാരികളും അതിൻ്റെ നടത്തിപ്പുകാരും ഒക്കെ ഉണ്ട്. പൂരം നടത്താനൊക്കെ ആൾക്കാർ വേണ്ടേ, വെറുതെ ഒന്നും പൂരം നടക്കില്ലല്ലോ. കുറേ പണി ചെയ്തിട്ടാട്ടാ പൂരമൊക്കെ നടക്കുന്നത്. ഓരോ ഉത്സവങ്ങൾ നന്നായി നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ നല്ലോണം പണികളുണ്ട് അതിൻ്റെ പിന്നിൽ. വീട്ടിലിരിക്കുന്നവരും അല്ലെങ്കിൽ കാണാൻ നിൽക്കുന്നവർക്കൊന്നും അത് മനസ്സിലാവുണ്ടാവില്ല ചിലവർക്കൊന്നും. അപ്പം നമ്മുടെ ഈ നാട്ടിൻപുറത്താണ് അതും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്തവർക്കൊന്നും ഇത്ര നമുക്ക് നിശ്ചിതമായ ഒരു പൈസ കൊടുക്കണം. ഒരു സമുദായം അല്ലെങ്കിൽ ഒരു കല, അതിൽ 75 വീട് അല്ലെങ്കിൽ 80 വീട് അല്ലെങ്കിൽ 100 വീട് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 100 വീട്ടുകാർ ഇത്ര രൂപ 5000 രൂപ വെച്ച് ഓരോ വീട്ടുകാർക്ക് അടച്ചിട്ടാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും ഓരോ കാര്യങ്ങളും അമ്പലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ആഴ്ചയിൽ 100 200 500 ഒക്കെ വെച്ചിട്ട് ഈ 5000ത്തിലേക്ക് എത്തിക്കും. അപ്പോൾ പലിശ അടക്കം അവർ തരും നമുക്ക്. അത് അവർ പലിശയ്ക്കും എല്ലാവർക്കും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിസാര ഇതിനൊക്കെ അങ്ങനെ ചോദിക്കുന്നവരൊക്കെ കൊടുത്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലും കുറച്ച് കാര്യങ്ങളുണ്ട്. കാശുണ്ടാക്കാനുള്ള കാര്യങ്ങൾ തന്നെ ഇത്തിരി കാശുണ്ടാക്കാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പൂരം നടക്കാനുള്ള പൈസ നമുക്ക് തികയുക. അപ്പോൾ ആ പൈസ കിട്ടുന്ന പലിശയും കാര്യങ്ങളും അത് ഒരു വിഹിതം നമ്മൾ ഈ 5000 എത്ര രൂപയാണ് വെച്ചിട്ടുള്ളത്, ചിലർ 25 വയ്ക്കും. അപ്പോൾ നമ്മുടെ ഈ പൂരത്തിന് ആവശ്യമായ നമ്മളുടെ പരിസംഖ്യ എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് പലിശ അടക്കം തിരിച്ചു തരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം അതിന് വന്നതാണ്. അപ്പം അച്ഛനാണ് അത് വെക്കുക. അപ്പം ഞാനിന്ന് അച്ഛനില്ല, അപ്പം ഞാനത് വെച്ച്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്തതാട്ടാ. പരിപ്പും മുരിങ്ങക്കായും ഉരുളക്കായും ഒക്കെ അത് നന്നായി വന്നിട്ടുണ്ട്. ഉടഞ്ഞു കൂടരുത് അമ്മേനെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം സുജമോട്. മുരിങ്ങക്കായ ഉടഞ്ഞു കഴിഞ്ഞാൽ നാരായിട്ട് കൊടുക്കുകയും. അപ്പം എനിക്ക് ഞാനേ ഇരുമ്പാമ്പുളി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മാള് പറയും ഒക്കെ ഇട്ടാൽ ഒരുമിച്ച് വേവമ്മാന്ന് പറയും. അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു പഴയത് ചെയ്ത് ഒരു ഇതാ. അപ്പം ഞാൻ തക്കാളിയും പിന്നെ കുറച്ച് ഇരുമ്പാമ്പുളിയും കുറച്ചുകൂടി വേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ ഒരുവിധം വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനൊന്ന് കാച്ചിയെടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിക്കണേ. തേങ്ങ ഒന്നും അരച്ചിട്ടില്ല നമ്മൾ. വേപ്പിൻ്റെ ഇല ഞാൻ ഇടുന്നില്ല കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ഞാൻ നല്ലോണം വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അതൊന്നും വേണ്ടെന്ന് വെച്ചു. ഓ ചട്ടി നിറഞ്ഞു. ഞാനിതേ കുക്കറിലേക്ക് ഒഴിച്ചാൽ മതി. പക്ഷെ അതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ആക്കിയതാട്ടാ. പക്ഷെ ഇത്തിരിയും കൂടി വേവ് കുറയാം. ഏതിന്? മുരിങ്ങക്കായ വേവരുതെന്ന് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനത് വേവിച്ചു കേട്ടാ. വേവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഒരു വിസിലാണ് അടിച്ചോളൂ. അപ്പം തന്നെ തുറക്കേണ്ടതായിരുന്നു. അത് കാരണം ഇത്തിരി വേവ് വന്നിട്ടുണ്ട്. കണ്ട ഒക്കെ പൊളിഞ്ഞ് കിടക്കണണ്ട. പുളിയുണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല നാടനല്ലേ. ഒരു വിസിൽ തന്നെ ആവശ്യമില്ല. അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടാൻ കിട്ടും നമുക്ക്. ഇങ്ങനെ തേങ്ങയൊന്നും അരയ്ക്കാണ്ട് നല്ല ചൊടിയാട്ടെ ഈ കറിക്ക്. നല്ല മടുക്കില്ല നമുക്ക് ഈ കറി കൂട്ടുമ്പോൾ. ഇനി അപ്പോൾ ഒരു കൂട്ടാനായിട്ടാ നമ്മുടെ കിണ്ടിട്ടാ പറയ്. 3 നാളികേരം. അത് വെള്ളം കളയാണ്ട് ശുദ്ധമായ നാളികേരം തോരൻ ഒന്നുണ്ടാക്കി നോക്കിയാലോ. അപ്പം അതേ വെളുത്തുള്ളി ചുവന്നുള്ളി സിമ്പിളായിട്ട് കണ്ടിട്ട് ഉണ്ടാക്കണം. ഒരല്പം ഇടിച്ച മുളകും പൊടിയിട്ടാ. കുറച്ചെണ്ണവും ഒരല്പം കാശ്മീരി ഒരു തുണ്ടിട്ട് കൊടുക്കാം ഒരു കളറിന്. ഇപ്പോൾ നന്നായി അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച മുരിങ്ങക്കായ മുരിങ്ങക്കായരെ ഉള്ളിൽ നിന്ന് വരണ്ടെടുത്ത മാംസമുള്ള ഭാഗവും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ ഇതിൽ കുറച്ച് തേങ്ങയൊക്കെ ചരിഞ്ഞിടാം കേട്ടോ. അയ്യോ അമ്മൊരു കൂട്ടുണ്ടാ മറന്നോലോ എന്ന് വിചാരിച്ചില്ലായി. ഇവിടെ ഇളക്കിയിട്ടാണ് ഇടാന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ മെയിനായിട്ടുള്ള ഉപ്പ് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ അധികമായ ബുദ്ധിമുട്ടാണ്. വെള്ളം ഒന്നും ഒഴിക്കില്ല.
ഇവിടെ മീൻ്റെ കൊണ്ട് വെക്കുക ആവിയും നമ്മൾ വേവിച്ചിട്ട് വെക്കുക. മറ്റേ മുരിങ്ങക്കായൻ്റെ വേവ് കൂടി നമ്മൾ പറഞ്ഞു ഇതിന് വേവ് കൂട്ടണ്ട. അപ്പം ഇനി നമ്മുടെ ഉപ്പേരി ഞാൻ അപ്പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ആക്കിയെടുത്താലേ നമ്മുടെ കറിയിലെ പരിപാടികൾ അത് കഴിഞ്ഞു. അതായത് നമ്മൾ ചിക്കൻ തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ഇരിക്കിട്ട് കൊടുക്കാം. അവിടെ കിടന്നാൽ മുരിയുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ടുള്ള സ്ഥലം വരും. മറച്ചിടാനായിട്ട് നല്ലോണം ഒന്ന് പുഴുകി വെന്തതിന് ശേഷമാണ് മൊരിയാനാണ്. ഇങ്ങനെ എന്തെങ്കിലും ഈ പാത്രം ഉള്ളൂ അടയ്ക്കാൻ. ചില്ലിൻ്റെ ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വയർപ്പൊക്കെ വന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരും, വെന്ത് വരും. എന്നിട്ട് നമുക്ക് മൊരിയിക്കാം തുറന്ന് വെച്ചിട്ട്. അതെ മുരിങ്ങക്കായ പോലെ റെഡി. മുരിങ്ങക്കായയുടെ മാംസമുള്ള തോരൻ. അപ്പം ആ പരിപാടി കഴിഞ്ഞു. അപ്പം റോസ് ലേച്ചിനെ കണ്ടിട്ട് കുറേ നാളായിട്ട് പറഞ്ഞില്ലേ. റോസ് ലേച്ചി ചെറിയ വർക്കിന് പോണ്ടേ, അത് കാരണമാണ് കാണാത്തത്. അപ്പോൾ കോഴിക്കോട്ട കൊണ്ട് വന്നതാ. എന്നിട്ട് കോഴിക്കോട്ട പെരുന്നാളാ. പക്ഷെ വീഡിയോ വരെ ഞാൻ പറഞ്ഞില്ല, ആയി തന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരിക. അപ്പോൾ അത് കോഴിക്കോട്ട കൊണ്ട് വന്നതാ. അപ്പോൾ പീച്ചാമ്പിടി ഇല്ലാക്കില്ലേ അതുകൊണ്ട് ശർക്കര വെച്ച് അവലിട്ടുണ്ടോ? അല്ല അവരിട്ടില്ല. ഞാൻ ചുക്കും കുരുമുളകും ഏലക്കായും. കുരുമുളക് ജീരകം പിന്നെ ചുക്ക് പിന്നെ ഏലക്കായ 3. പിന്നെ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി വറുത്ത് ഇതാക്കിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. നല്ലതാട്ടോ. ഇപ്പൊ റോസിലേച്ചി കാണാത്ത ഭക്ഷണം തീർന്നില്ലേ. പലപ്പോഴും എനിക്കും റോസിലേച്ചിക്കും ഒരുമിച്ച് വീഡിയോയിലേക്ക് വരാൻ പറ്റാതെ കാണാത്ത കേട്ടോ. അച്ചാറിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. ഈ സുമോന് ഇത്തിരി ഇഷ്ടം തോന്നുന്നുണ്ട്. ഈ പുളി കണ്ടിട്ടില്ലേ, സ്റ്റാർ ഫ്രൂട്ട് കുഞ്ഞിതാട്ടാ, കുഞ്ഞ് സൈസാണിത്. വലിയതുണ്ടില്ലേ ഒരു കൈയിൻ്റെ വലിപ്പമുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ നമുക്ക് തിന്നാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഒല്ലൂരുള്ളതാ സുമോളുടെ വീട്ടില്. അത് നല്ല മധുരാട്ടാ. ബംഗാളികൾക്ക് നന്നായി പൊട്ടി നിറച്ചുണ്ടായിരുന്നു. കുഞ്ഞ് മരവാ, അങ്ങനെ പൊട്ടിക്കാം നമുക്ക്. അത്ര 3 മരം കണ്ടുണ്ടാവും എപ്പോഴെങ്കിലുമൊക്കെ ശ്രീയുടെ ഇതിലൊക്കെ. അപ്പോൾ അതിങ്ങനെ തിന്നാൻ നല്ല മധുരാ. എനിക്ക് പുളി ഇഷ്ടമില്ലാത്തതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അത് തിന്നാൻ ഇത്തിരി പഴുപ്പ് കൂടി. നല്ല ദാഹല്ലേ, നിറയെ വെള്ളം. എനിക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാ എൻ്റെ മോൾ ഇന്നലെ മോൻ വന്നപ്പോൾ കൊണ്ടുവന്നതാ. അപ്പോഴേ ഞാൻ ദേ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ കണ്ട നന്നായി മുരിഞ്ഞു വന്നു കേട്ടോ. പിന്നെ ഒരു വട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ മറിച്ചിടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുറന്ന് വയ്ക്കാം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിശും തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കിടക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. വേറെയുള്ള സാധനങ്ങളിലും മാവിലൊക്കെ മുക്കി വറക്കണേ കാട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ഉപ്പും നല്ല എരിവും കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് നല്ലോണം ആവശ്യമുള്ളവരാണെങ്കിൽ മുകളിൽ തുണ്ട് കുരുമുളക് ഇങ്ങനെ തൂവി കൊടുക്കുമ്പോൾ ആ കുരുമുളകിൻ്റെ സ്മെല്ലില്ലേ, അത് പിന്നെ കാണില്ല അല്ലേ. ആ കുരുമുളകിൻ്റെ സ്മെല്ലിങ്ങനെ നമുക്ക് വരും, പച്ചയ്ക്കുള്ളൊരു മണം. അതൊന്നും ചെയ്തില്ല, അത്ര മതി. കുറേ നേരം ചെയ്ത് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അത്രയ്ക്കൊക്കെ മതിയെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിന് ആവശ്യത്തിന് എടുക്കുക, ഒന്നുകൂടി ചൂടാക്കുക, കഴിക്കുക. അതന്നെ. അത് ഓഫാക്കി. അപ്പോൾ കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇടാം. കുറച്ചടിയുള്ളൂ കേട്ടോ. അതൊന്ന് നന്നായി കഴുകിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഞാൻ ഇത് ഇത്രയേ ഉള്ളൂ. ഒരു എന്തോ ഒരടായിരുന്നു. ഇത് സൂരജ് മട്ടാരിയാട്ട. ആദ്യം ഒരു ദിവസം ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 500 ഗ്രാം, 1/2 കിലോൻ്റെ അടയാണ്. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി, പിന്നെ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോഴേ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് കഴുകി വെച്ച അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം കുറച്ച് അധികം അങ്ങോട്ട് ആയിക്കോട്ടെ കേട്ടോ, കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അടിയിലൊന്നും പിടിക്കില്ല. ഇത് കണ്ട കുറച്ചധികം വെള്ളം ഒഴിക്കണം. അതങ്ങോട്ട് വയ്ക്കുക. ഒരു 3 വിസിലൊക്കെ കേൾപ്പിക്കുക നമുക്ക്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ശർക്കര ഉരുക്കണ്ട നമുക്ക്. അതൊന്നും ഉരുക്കാം.
ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചിലപ്പോഴേ ഈ ശർക്കര ചിലപ്പോൾ നമുക്ക് മതിയാവില്ലേ. ഇവിടെ ശർക്കരയുടെ പൊടി ഇരിക്കില്ലേ, പൊടിശർക്കര, മറയൂർ ശർക്കരയാണ് ഇട്ടത്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇത് അത്ര മധുരം കുറവായി ശർക്കരയ്ക്ക്, നമ്മൾ വിചാരിക്കുന്ന അത്ര മധുരം ഉണ്ടാവില്ല. എനിക്ക് മോള് തന്നു വിട്ടതാണ്, സുജമോള് കൊണ്ടുപോകുന്നതാ, മോളുടെ ആണത്, ശ്രീയുടെ അവിടേക്ക് എത്തിയിട്ടുള്ളതാ. അങ്ങനെ ഇപ്പം ഇവിടെ ശർക്കരയൊക്കെ ഉരുകി വന്നു. അപ്പം ഞാൻ പാകാക്കാനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് തിരിച്ച് ചൂടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ശർക്കരേനെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. മധുരം കുറച്ചാണെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഒരിത്തിരി തേങ്ങാപ്പാൽ 2-ാം പാലുണ്ടല്ലോ, അതൊന്ന് കൂട്ടി ഒന്നും കളയണ്ട, ഒന്നും കളയാൻ പാടില്ല. നമ്മുടെ ശർക്കര കുടുകൂടാതെ അടച്ചു. അപ്പോൾ നമ്മൾ 2 വിസിൽ കേട്ടപ്പോൾ ഞാൻ നിർത്തിയില്ല കേട്ടോ നമ്മുടെ അട. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കണ്ട. അതെനിക്ക് ഇട്ട് കൊടുക്കുക. അടക്കളയിലൊന്നും മറ്റേ നെയ്യിലൊക്കെ ഇട്ട് വിരകിയിട്ടൊക്കെയാണ് കേട്ടോ ശർക്കര നീരൊക്കെ ഒഴിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് വേവിച്ച കാരണം പിന്നെ അതിന് മുതിർന്നില്ല. പിന്നെ സദ്യയിൽ വെക്കുന്ന ആൾക്കാരുടെ പോലെയുള്ള വെപ്പൊന്നല്ല ഇവിടെ. നമ്മൾ ലോക്കലാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണം, എന്നാൽ വേഗം കഴിയും വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുക. സദ്യക്കൊക്കെ നമ്മൾ കുറേ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുക. ഈ അടയല്ല അത്, അട വേറെയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന അടയാണ്. ഇത് എത്ര ഇതെന്ന് പറഞ്ഞാലും ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളേ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി ഇങ്ങനെ വരുമ്പോൾ അതിന് ഇങ്ങനെ ഈ അടയുമായി ഇങ്ങനെ കുറുതായി വരും. ഇത്തിരി കൂടി കുറുതാക്കാട്ട വേണമെങ്കിൽ ഇത്തിരി നന്നായി വിരകി എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മധുരമൊക്കെ ശരിക്കും പിടിക്കും. അപ്പോൾ നമ്മൾ 2-ാം പാലുണ്ടല്ലോ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതും കുറച്ചിങ്ങനെ നന്നായി നമുക്ക് ഒരുവിധം വെള്ളത്തിൻ്റെ ഇത് അളവിൽ വറ്റി വരണം. വറ്റാനായിട്ട് ഇത്തിരി സമയമെടുക്കും നമുക്ക്, അപ്പോഴാണ് നമുക്ക് ശരിയാവുള്ളൂ. അങ്ങനെ നമ്മുടെ പായസം എങ്ങനെയായി കണ്ട, ഒരുവിധം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നു കണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ പാലിൽ കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം കൂട്ടി അടിച്ചതാട്ടാ, അതങ്ങോട്ട് ഒഴിച്ചു. അതൊന്ന് എല്ലാവരും പറയും തിളയ്ക്കണ്ടെന്നൊക്കെ, പക്ഷെ ഞാനിത്തിരി നന്നായി തിളപ്പിക്കും. ചെറിയ ലൂസിലെടുത്താലാണ് നമുക്കത് ചൂടാറി വരുമ്പോൾ പാകത്തിന് കുടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത്തിരി കട്ടിയാവുക ചെയ്യുക, കാരണം എന്താ വെച്ചാൽ തൻപാലല്ലേ ചെന്നിരിക്കുന്നത്. നന്നായി തിളച്ചതായിട്ട് വന്നു കേട്ടോ. മധുരമൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മറയൂർ ശർക്കര പോലത്തെ പൊടി ശർക്കര ആണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇത്തിരി സമയത്ത് നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം, കുറവാന്ന് തോന്നണമെങ്കിൽ. അതും കൂടി കിടന്ന് നന്നായി തിളക്കട്ടെ. ഞാനിപ്പോൾ നേരത്തെ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ആ കുപ്പിയിലത്തെ കഴിഞ്ഞായിരുന്നു, അത് കാരണം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇത് നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുത്തതാണ് വരിക. നമുക്ക് എത്ര കറുപ്പുള്ളതല്ലായിരുന്നതേ, അതുകൊണ്ടാണ് ഈ ഒരു കളർ തന്നെ. കട്ടിയൊക്കെ അതേ പാകത്തിനായി വന്നിട്ടുണ്ട് കണ്ട. ഇതിനി ചൂടാറുമ്പോൾ തിരുമ്പി തണുക്കുവേ, അപ്പോൾ ഈ പാകത്തിന് എടുക്കണം കേട്ടോ കട്ടി. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് വറുത്തിടായിരിക്കും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടാലല്ലേ പായസത്തിൻ്റെ ഒരു നല്ല ഭംഗി വരിക. അപ്പോൾ ഒന്ന് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ടാലോ. ശുചിമോ കാത്തു പോയി മേടിച്ചുകൊണ്ട് എന്താട്ടാ പായസം വയ്ക്കുന്നു പറഞ്ഞ് കോടി പോയി മേടിച്ചു കൊടുക്കും കുറച്ച് അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ് വേണോ മോനെ? കുറേ ഉണ്ട്. ഇതിട്ടിട്ടേ നമുക്ക് മുന്തിരി ഇടാം. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു, അടുക്കള പരിപാടിയും ഒരുവിധം. അങ്ങനെ ഇപ്പോൾ പായസവും കറികളും എല്ലാം നമ്മൾ റെഡിയായി. മോളും കൂടി പിന്നെ ബാക്കിയുള്ള പണികളും അവളും ചെയ്യുന്നുണ്ടായിരുന്നു, പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഇവിടെ അടുക്കളയിലത്തെ ഒരുവിധം ഞാൻ അടിച്ചു വാരൽ മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞു. അപ്പോൾ ഇനി പുറത്തേക്കാണ് പോകുന്നത്. പുറത്തെ പണികൾ കുറച്ചുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പോവാം. അപ്പം അങ്ങനെ അടുക്കള ക്ലീനിങ് ആണ് കേട്ടോ നമ്മുടെ.
ഒരുവിധമൊക്കെ ക്ലീനായി കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ ശരിക്കും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ക്ലീനിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആകെ വെച്ച് വരികയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഇനി കുറച്ച് കഴിയുമ്പോൾ ചോറിനുണ്ട നേരമാവും. അപ്പോൾ ചോറിനും പിന്നെ ഇത്തിരി നേരം കിടക്കും. അങ്ങനെയുള്ള നേരങ്ങളൊക്കെ ആവും. അപ്പോൾ ആ വളം കൂടി ഇടൽ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ചാണപ്പൊടിയൊക്കെ എടുത്ത് കൊണ്ടിട്ടൊക്കെ വേണം. അപ്പോഴേ നമ്മൾ ഒരു കണക്കിന് ഞാൻ കടിച്ചു പിടിച്ച് തലയിലൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടാ. അപ്പോൾ അത്ര ഉണങ്ങിയിരുന്ന് പറയാനില്ല. അവിടെ ഇങ്ങനത്തെ കിട്ടിയ പച്ചയുണ്ട് തിരിച്ച് ഇടയിലൊക്കെ. അപ്പം അത് നമുക്ക് പിണ്ണാക്ക് കൂട്ടി ഒന്ന് മറിച്ച് ചെടികൾക്ക് കണ്ടിട്ട് കൊടുക്കാം. കുറേ ദിവസമായി ഇടന്നിടണമെന്ന് വിചാരിച്ചിട്ടേ അത് കിട്ടണേ പിണ്ണാക്ക് പൊടിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ കപ്പൻ്റെ പിണ്ണാക്ക് പൊടിച്ചത് നിങ്ങൾ ഇടാറില്ലേ സാധാരണ, അത് കൂട്ടി മിക്സിയിൽ വെച്ചാൽ ശരിക്കും ഇവിടെ ചെടികൾക്ക് ഇത്രയൊന്നും പോരാട്ടാ, കുറേ വേണം. പക്ഷെ അവിടെ ഉണക്കച്ചാണില്ലാത്ത കാരണം ഞാൻ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പച്ചച്ചാണം കൊണ്ടൊന്ന് നമുക്ക് ഉണക്കി പൊടിക്കാട്ടെ വേണമെങ്കിൽ. പക്ഷെ നമ്മളത് അവിടെ എപ്പോഴും ഈ ഉണക്കി ഉണ്ടാവാറുണ്ട്. ശിവരാമേട്ടൻ്റെ അവിടെ നിന്നേ ആദ്യമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, കുഴി നിറഞ്ഞ് കെടുക്കാറാണ് പതിവ്. അപ്പം ചാണത്തിന് ചിലവുണ്ട് ഇത്ര, ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. നന്നായി ചാണകം ധൈര്യമായിട്ട് ഇടാം, ഏത് വെയിലും ഇടാം. നല്ല വെയിലാട്ടാ, ചുട്ട വെയില. നമ്മൾ നമ്മുടെ പാത്രം കഴുകിയ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ നനച്ചുകൊണ്ട് വരുന്നത് കേട്ടാ. ഒരു തുള്ളി പോലും കളയാണ്ട് കുളിക്കിനോടത്ത വെള്ളം പാത്രം കഴുകിനോടത്ത വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കും. അതൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ചെടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത്. വെള്ളക്ഷാമം നമുക്ക് രൂക്ഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അമ്മേരെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നതുവരേക്കും ടാറ്റാ ബൈ. ചാണക്കയ്യോണ്ട